ഗുഡ് മോർണിംഗ്. എനിക്കിന്നിവിടെ എടുക്കാനുള്ള ടോപ്പിക്ക് മാർജിനൽ കോസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒക്കെ ട്രാൻസ്ഫർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മൊത്തത്തിലുള്ള ടോട്ടൽ കോസ്റ്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ എക്സ്ക്ലൂഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മാർജിനൽ കോസ്റ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, സിമ്പിൾ ടു ഓപ്പറേറ്റ്, അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബൈയിങ് ഡിവിഷനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ പ്രൈസൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇൻറ്റേർണലി ഉള്ള ഗുഡ്സൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ബൈയിങ് ഡിവിഷനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയിൻറ്റ്, സെല്ലിംഗ് ഡിവിഷനൊക്കെ ഐഡിയൽ ഓർ അൺയൂസ്ഡ് കപ്പാസിറ്റി ആകുമ്പോൾ ഈ മെത്തേഡ് കൂടുതൽ ഡിസൈറബിൾ ആവുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിൽ ഈ മെത്തേഡ് ഫെയിൽ ആവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് ഡിവിഷൻ ഒരു പ്രോഫിറ്റ് സെൻറ്റർ എന്നുള്ള ഐഡൻറ്റിറ്റി ഇവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത്, ഫിക്സ്ഡ് കോസ്റ്റൊക്കെ റിക്കവർ ചെയ്യുമ്പോൾ സെല്ലിംഗ് ഡിവിഷന് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അടുത്തത്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് സ്റ്റോക്ക്, അതിൻ്റെയൊക്കെ വാല്യുവേഷൻ നടക്കുന്ന ടൈമിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ റിക്വയർഡ് ആയിരിക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് അതും ഒരു മാർജിനൽ കോസ്റ്റ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. ഇതിൽ പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷൻസിലൊക്കെ ഒരു ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാനും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെല്ലിംഗ് ഡിവിഷൻസിന് ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കോസ്റ്റ് എഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ബൈയിങ് ഡിവിഷൻ അവിടെ ബെയർ ചെയ്യേണ്ട, അതായത് വഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അതായത് സെല്ലിംഗ് ഡിവിഷന് ബൈയിങ് ഡിവിഷൻ ഇവിടെ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡിലെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് പോയിൻ്റ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റൊക്കെ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ മെത്തേഡ് പ്രകാരം ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിന് ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷൻസിന് ഒരു പ്രോഫിറ്റ് സെൻറ്റർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇവിടെ ഈ മെത്തേഡ് പ്രകാരം അവിടെ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതും സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെല്ലിംഗ് ഡിവിഷൻസ് ആയിരിക്കും. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലായിരിക്കും ഈ ഗുഡ്സ് ആൻഡ് സർവീസസിനൊക്കെ സെല്ലിംഗ് ഡിവിഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റൊക്കെ മാക്സിമം പ്രൈസ് ആകുമ്പോൾ ബൈയിങ് ഡിവിഷൻസ് പേ ചെയ്യാൻ വില്ലിങ് ആവുകയും, എന്നാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റൊക്കെ മിനിമം പ്രൈസ് ആകുമ്പോൾ സെല്ലിംഗ് ഡിവിഷൻ വില്ലിങ് ടു അക്സെപ്റ്റ്, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുകയും ചെയ്യുന്നു. ഇതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. ഇതിൽ പറയുന്നത് മാർക്കറ്റ് പ്രൈസൊക്കെ അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒക്കെ ഇൻറ്റേർണൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് സെല്ലിംഗ് ഡിവിഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് കറൻറ്റ് മാർക്കറ്റൊക്കെ അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻറ്റേർണൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് സെല്ലിംഗ് ഡിവിഷൻസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, ഈ മെത്തേഡ് ഡിവിഷൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ സെയിം ബിസിനസ്സിൽ സിമിലർ ഓർഗനൈസേഷനുകളായിട്ട് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷൻസിൻ്റെ ഓട്ടോണമി ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത്, മാർക്കറ്റ് പ്രൈസ് മോസ്റ്റ് ഡിസൈറബിൾ ട്രാൻസ്ഫർ പ്രൈസ് ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, സെല്ലിംഗ് ഡിവിഷന് പുറത്ത്, അതായത് ഔട്ട്സൈഡ് സപ്ലയേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡിൻ്റെ. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസാണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, മാർക്കറ്റ് പ്രൈസൊക്കെ ടൈം ടു ടൈം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പോയിൻ്റ്, ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതൊരു റെയർലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും.
പിന്നെ അടുത്ത പോയിൻ്റ്, സപ്ലയേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ പ്രൈസിന് വാരി സംഭവിക്കുന്ന പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ഡെലിവറി ചാർജസൊക്കെ കാരണമാണ് ഇങ്ങനെ പ്രൈസിൽ വാരി സംഭവിക്കുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്, മാർക്കറ്റ് പ്രൈസിലൊന്നും ഈ ഒരു മെത്തേഡ് റാഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് വേറൊരു അനദർ ഡിവിഷനിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. ഇത് റാഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. മാർക്കറ്റ് പ്രൈസിലൊന്നും ഇങ്ങനെ ഒരു മെത്തേഡ് റാഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും ഈ മാർക്കറ്റ് പ്രൈസ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഇനി അടുത്തത് പറയുന്നത് നെഗോഷിയേറ്റ് പ്രൈസ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റും സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ പരസ്പരം നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻസിൻ്റെ ഇടയിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ് കൂടുതൽ പ്രാക്ടിക്കബിൾ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ റിയാലിറ്റിയിൽ നെഗോഷിയേറ്റ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനും കോസ്റ്റ് പ്രൈസിനും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നെഗോഷിയേറ്റ് പ്രൈസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഓവറോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിവിഷണൽ മാനേജേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും മിസ്ട്രസ്റ്റ്, അതുപോലെ തന്നെ അൺഡിസൈറബിൾ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത്, മ്യൂച്വലി അഗ്രീഡ് ട്രാൻസ്ഫർ പ്രൈസൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നെഗോഷിയേറ്റ് സ്കിൽസിനെയും പിന്നെ അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ ബാർഗെയിനിങ് പവറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ അഗ്രീഡ് പ്രൈസിനൊരു ഒപ്റ്റിമം പ്രൈസ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതും നെഗോഷിയേറ്റ് പ്രൈസ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. പിന്നെ ഡിവിഷൻസിൻ്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നതിലേക്ക് ഈ നെഗോഷിയേറ്റ് പ്രൈസ് മെത്തേഡ് ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ആംസ് ലെങ്ത് പ്രൈസ് മെത്തേഡ്. ഇതിൽ പറയുന്നത് ഗുഡ്സ് സർവീസസ് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആംസ് ലെങ്ത് പ്രൈസിലായിരിക്കും. പിന്നെ ഈ ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യുന്നത് സെയിം പ്രോഡക്ട്സോ സർവീസസിൽ ആയിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസൊക്കെ ക്യാരി ചെയ്യുന്നത് സിമിലർ കണ്ടീഷൻസിൻ്റെ അണ്ടറിലുള്ള അൺറിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കും എന്നാണ് ഈ മെത്തേഡിൽ പറയുന്നത്. പിന്നെ അടുത്ത മെത്തേഡാണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ്. അതായത് രണ്ട് ട്രാൻസ്ഫർ പ്രൈസസ് യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഈ കേസിൽ ചാർജ് ടു ദ ബൈയിങ് ഡിവിഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് ഡിവിഷനിൽ റെക്കോർഡ് ചെയ്യുന്ന റവന്യൂവിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പറയുന്ന ടോപ്പിക്ക് ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിംഗ് പോളിസി. അതിൽ ഫസ്റ്റ് വൺ, ഡിവിഷൻ പെർഫോമൻസൊക്കെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്സൊക്കെ മാക്സിമം ആക്കുന്നുണ്ട്. പിന്നെ അടുത്ത പോയിൻ്റ്, ഹെൽത്തി ആയിട്ട് ഇൻ്റർ ഡിവിഷണൽ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോളിസീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് സിഗ്നിഫിക്കൻസ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻസൊക്കെ പോസിബിൾ ആയിരിക്കും. പിന്നെ സപ്ലയേഴ്സിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷറിംഗ് റോഡായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിങ് പോളിസിയുടെ ബെനിഫിറ്റ്സ്. ഇനി അടുത്തത് പറയുന്നത് പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫർ പ്രൈസിങ്. അതായത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഓർഗനൈസേഷനും ഡിവിഷണൽ മാനേജേഴ്സിൻ്റെ ഒപ്പീനിയൻസൊക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് പറയുന്നത്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റംസൊക്കെ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൈസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനൊക്കെ കോസ്റ്റും മാൻ പവറും ആവശ്യമാണ്. അപ്പോൾ അതൊന്നും സഫിഷ്യൻ്റായിട്ട് ഇല്ലെങ്കിൽ അതും ഒരു ട്രാൻസ്ഫറിങ് പ്രൈസ് നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ അടുത്ത പോയിൻ്റ്,
ആംസ് ലെങ്ത് പ്രൈസൊക്കെ ഓർഗനൈസേഷൻ യൂണിറ്റിൻ്റെ മാനേജേഴ്സ് തമ്മിൽ ഡൈഫങ്ഷണൽ ബിഹേവിയർ ഉണ്ടാക്കാൻ കാരണമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്, ചില ഡിവിഷൻസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് വർക്ക് ചെയ്യണില്ല എന്ന് പറയുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഈ ആംസ് ലെങ്ത് പ്രൈസ് മെത്തേഡ് ഈക്വലായിട്ട് വർക്ക് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ മെഷറബിൾ ബെനിഫിറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് ഓഫർ ചെയ്യാത്ത കാരണമാണ് ഈ മെത്തേഡുകളൊന്നും അവിടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്. അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ അടുത്ത പോയിൻ്റ്, മൾട്ടിനാഷണൽ സെറ്റപ്പിലൊക്കെ ഉള്ള ട്രാൻസ്ഫർ പ്രൈസ് ഇഷ്യൂ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മാർജിനൽ കോസ്റ്റ് മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്, പിന്നെ മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, അതിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ നെഗോഷിയേറ്റ് പ്രൈസ് മെത്തേഡ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ആംസ് ലെങ്ത് പ്രൈസ് മെത്തേഡ്, പിന്നെ ഡ്യുവൽ പ്രൈസ് മെത്തേഡ്, പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫറിങ് പ്രൈസിങ് പോളിസി, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫർ പ്രൈസിങ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.